നമസ്കാരം. കെ മുരളീധരൻ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. ചിലത് സത്യസന്ധമായിരിക്കും, ചിലത് പച്ചക്കള്ളമായിരിക്കും, ചില പൊട്ടത്തരങ്ങളായിരിക്കും. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ മുരളീധരൻ പറയുന്നതിനകത്ത് ചില വാസ്തവങ്ങളൊക്കെ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാര്യം മറ്റൊന്നുമല്ല, പൊളിഞ്ഞു തുടങ്ങിയ അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരുന്ന ഈ നട്ടും ബോൾട്ടും ഇല്ലാത്ത ഒരു വണ്ടിയിലേക്ക് എന്നെ വലിച്ചു കയറ്റുകയായിരുന്നു തൃശ്ശൂരിൽ ചെയ്തത് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഏകദേശം 56,000-ലധികം വോട്ടുകൾ BJPക്ക് നേട്ടമുണ്ടാക്കാനായിട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞു. അതിൻ്റെ പ്രധാന കാരണക്കാർ ഇപ്പോഴും ഈ പറയുന്ന പോലെ VD സതീശൻ അടക്കമുള്ളവർ പറയുന്നത് ഇതിൻ്റെ എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നടന്നിരിക്കുന്നത് BJPയും CPMും തമ്മിലാണ് എന്ന് പറയുമ്പോഴും അതിനെ മുഖവിലക്കെടുക്കാൻ തയ്യാറാവാത്ത ഒരാളാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ പറയുന്ന TN പ്രതാപൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ പാലം വലിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് തനിക്ക് അവിടെ ഇത്രയും നാണം കെട്ട ഒരു തോൽവി അവിടെ വഴങ്ങേണ്ടി വന്നത്. അത് തന്നെയുമല്ല, അവസാന നിമിഷങ്ങളിൽ അവിടെ നിന്ന് വടകരയിൽ താൻ ജയിക്കുമെന്ന് 100% ഉറപ്പിച്ചിരുന്ന ഒരു സീറ്റിൽ നിന്നും അദ്ദേഹത്തെ വലിച്ച് ഇവിടെ തൃശ്ശൂരിലേക്ക് കൊണ്ട് ഏറ്റവും അവസാന കാലങ്ങളിൽ നിയമിക്കുകയും സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയും ചെയ്ത് അതിനുശേഷം പാലം വലിച്ചു. അപ്പം അദ്ദേഹം പലപ്പോഴും പറയുന്നതാണ്, ഏറ്റവും അവസാന നിമിഷങ്ങളിൽ തന്നെ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അതിനുശേഷം ഇവിടുത്തെ തൃശ്ശൂർ DCC തന്നെ ഇദ്ദേഹത്തിന് എതിരെയാവുന്നു, ഇദ്ദേഹത്തിനെതിരായി പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം. DCC ഓഫീസ് കയ്യാങ്കളി വരെ ഉണ്ടായി. അപ്പം ഈ നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കെ മുരളീധരനുണ്ട്. ഇപ്പം അതേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരം വെളുത്തു. ഇപ്പോഴും നേരം വെളുക്കാത്തത് നമ്മുടെ VD സതീശനും K സുധാകരനും പോലുള്ള ചില നേതാക്കൾക്കാണ് എന്ന് മാത്രം. ഇപ്പം അദ്ദേഹം വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ നേതാക്കന്മാരിൽ ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്താൻ കഴിയുന്ന ഒരാൾ പോലും, അല്ലെങ്കിൽ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ പോലും നമ്മുടെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇല്ല, കേരളത്തിലില്ല. അതാണ് വാസ്തവം. അതായത് അദ്ദേഹം തള്ളിക്കളയുന്ന നിരവധി ആൾക്കാരുണ്ട് ഇവിടെ. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനെ തള്ളിക്കളയുകയാണ്. അതായത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള താരപ്രചാരകരായിട്ടുള്ള ഒരാളും കോൺഗ്രസിനില്ല. ശശി തരൂരിനെ അദ്ദേഹം തള്ളിക്കളയുന്നു, K സുധാകരനെ അദ്ദേഹം തള്ളിക്കളയുന്നു, VD സതീശനെ തള്ളിക്കളയുന്നു. അപ്പോൾ അങ്ങനെ നിരവധിയായ കോൺഗ്രസിനകത്തുള്ള പലരെയും അദ്ദേഹം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്നു. AK ആന്റണി ഇതുപോലെ താരപ്രചാരകൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് AK ആന്റണി പ്രസംഗിച്ചിട്ടുണ്ട് പല വേദികളിലും. തെരഞ്ഞെടുപ്പ് റാലികൾ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഉമ്മൻചാണ്ടി അതുപോലെ ഒരു വ്യക്തിപ്രഭാവമായിരുന്നു. അദ്ദേഹവും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് റാലികൾ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. റാലികളിൽ വളരെ കാര്യക്ഷമമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അത്തരത്തിലുള്ള ഒരു നേതാക്കന്മാരും പാർട്ടിക്കുള്ളിലില്ല. അത് പറയുന്നത് നമ്മൾ ഒരു ഇടതുപക്ഷക്കാരനോ ഒന്നുമല്ല, അത് പറയുന്നത് കെ മുരളീധരൻ തന്നെയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി താരപ്രചാരകരുണ്ടാകില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ശശി തരൂരിനെ എങ്ങനെ കൊണ്ടുവന്ന് കിട്ടും. കഴിഞ്ഞ ദിവസം ശശി തരൂരുമായി ബന്ധപ്പെട്ടുണ്ടായി ഉയർന്നു വന്ന വിവാദങ്ങളെ നമുക്കറിയാം. അദ്ദേഹം BJPയിലേക്ക് എപ്പോൾ വേണമെങ്കിലും കാലുമാറാം എന്നുള്ളൊരു അവസ്ഥയിലാണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപ്പം ഈ ശശി തരൂരിനെ ഇനി ഒരു താരപ്രചാരകൻ എന്നുള്ള സ്ഥാനത്തെ കൊണ്ട് എത്തിക്കാൻ കഴിയില്ല. നമുക്കറിയാവുന്ന പോലെ പൂവാറടക്കമുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും അദ്ദേഹത്തിന് പ്രവർത്തകർക്കിടയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ദുരനുഭവങ്ങൾ നമ്മൾ മറക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഒഴിവാക്കി നിർത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു താരപ്രചാരകൻ എന്നുള്ള നിലയിലേക്ക് ശശി തരൂരിനെ പരിഗണിക്കാൻ കഴിയില്ല. ഇനി VD സതീശനെ നോക്കാം. VD സതീശൻ എത്രത്തോളം കേപ്പബിളായ ഒരു നേതാവാണ് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം സർക്കാരിനെ കണ്ണും പൂട്ടി വിമർശിക്കുന്ന വെറും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. ഒരു കാര്യത്തെയും വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാൻ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നല്ല മികച്ചൊരു പ്രാസംഗികനായിരുന്നു. നിയമസഭകളിലെ അദ്ദേഹത്തിൻ്റെ പല ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും പലപ്പോഴും ശ്രദ്ധയോടെ നമ്മൾ കേട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും VD സതീശൻ എന്ന് പറയുന്ന നേതാവിനുണ്ടായ ഒരു അപജയം നമ്മൾ കാണേണ്ടതാണ്. അദ്ദേഹം കോൺഗ്രസിനുള്ളിലെ ഒരു വലിയ ഗ്രൂപ്പിസത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. അതുതന്നെയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു താരപ്രചാരകൻ എന്നുള്ള നിലയിൽ നിന്നും മാറ്റി നിർത്താനുള്ള പ്രധാന കാരണം. കോൺഗ്രസിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രൂപ്പിസത്തിൻ്റെയും ചരടുവലിക്കാരനായി VD സതീശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. VD സതീശനും K സുധാകരൻ എന്ന് പറയുന്ന KPCC അധ്യക്ഷനും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയും അറിയുകയും ചെയ്തതാണ്. അതിനുമപ്പുറത്തേക്ക് ഒരു ജനങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തകരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ VD സതീശന് കഴിയില്ല.
വി ഡി സതീശൻ പക്ഷം എന്നും കെ സുധാകരൻ പക്ഷം എന്ന് പറയുന്ന ഒരു വലിയ രണ്ട് പക്ഷങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പരിഗണിക്കുമ്പോൾ വി ഡി സതീശനെ ഒരിക്കൽ പോലും ഈ ഒരു പക്ഷത്തേക്ക് അല്ലെങ്കിൽ ഒരു താരപ്രചാരകൻ എന്നുള്ള നിലയിലേക്ക് വരും കാലങ്ങളിൽ അവതരിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ പോകുന്നു. ഇനി കെ സുധാകരനെ നമുക്ക് നോക്കാം. കെ സുധാകരൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടത്തിയിരുന്നിട്ടുള്ള സംഘപരിവാർ അനുകൂലമായ പല പ്രസ്താവനകളും നമ്മളുടെ മുന്നിലുണ്ട്. അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കുട്ടികളെ ഇവിടുത്തെ RSSന്റെ ശാഖയെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞു വിട്ടു, അതായത് യൂത്ത് കോൺഗ്രസ്സുകാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിനുശേഷം നടത്തിയ ഈ ഒരു പ്രസ്താവന വിവാദമായി കഴിഞ്ഞപ്പോൾ അതിന് തൊട്ടടുത്ത ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എനിക്ക് BJPയിൽ പോകാൻ ആരുടെയെങ്കിലും അനുമതി വേണോ, എനിക്കിഷ്ടമുണ്ടെങ്കിൽ പൊയ്ക്കോളുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കെ സുധാകരനെയും ഈ പറയുന്ന പോലെ ഒരു സംഘപരിവാർ അനുകൂല നിലപാട് പല സാഹചര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ വി ഡി സതീശൻ നമുക്കറിയാം, വീർ സവർക്കറുടെ ജന്മദിനത്തിന് അന്ന് പോയി അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുമ്പിൽ കുനിഞ്ഞു കുമ്പിട്ട് വണങ്ങി നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമുക്കിവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതുമാണ്. അപ്പോൾ ഇവരെ ഒന്നും കൊണ്ട്, അല്ലെങ്കിൽ കെ സുധാകരൻ്റെ പല നിലപാടുകളും നമുക്കറിയാം. അദ്ദേഹം മോൻസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായ ഒരു വ്യക്തി കൂടിയാണ്, പ്രതി ചേർക്കപ്പെട്ട ഒരാൾ കൂടിയാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കുമ്പോൾ കെ സുധാകരൻ ഒരു വലിയ പ്രാസംഗികനാണ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയിൽ കൊണ്ടുവരാൻ കഴിയില്ല. നമുക്കറിയാം, കേരള സർക്കാരിൻ്റെ പിണറായി വിജയനെതിരായ ഒരു പ്രക്ഷോഭം, ഒരു സമരാഗ്നി എന്ന് പറയുന്ന പേരിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി KPCC ആഹ്വാനം ചെയ്തിരുന്നു. പല ഘട്ടങ്ങളിലായി മാറ്റിവെച്ച് ഒടുവിൽ അത് നടപ്പിലാക്കുകയുണ്ടായി. അങ്ങനെ നടപ്പിലാക്കി ഓരോ ഘട്ടത്തിലും ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും അവിടെ നിന്ന് വലിയൊരു വിഭാഗീയതയാണ് വിളിച്ചോതിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, ആലപ്പുഴയിലെത്തിയപ്പോൾ വി ഡി സതീശനെ പരസ്യമായി തെറിവിളിക്കുന്ന ഒരു KPCC അധ്യക്ഷനായി കെ സുധാകരൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ഗ്രൂപ്പ് വൈരം മറ നീക്കി പുറത്തു വന്നതാണ് നമ്മൾ ആലപ്പുഴയിൽ കണ്ടത്. കൊല്ലത്തെത്തിയപ്പോൾ ഇവരാരും തന്നെ ഉണ്ടായിരുന്നില്ല. കെ സുധാകരനോ അല്ലെങ്കിൽ വി ഡി സതീശൻ, ഇവരിൽ ആരെങ്കിലും ഒരാൾ തന്നെ ഉണ്ടാകും. ഒടുവിൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? കെ സുധാകരൻ പ്രസംഗിക്കാൻ കയറിയപ്പോൾ വേദിയിൽ സദസ്സിലാരുമില്ല, എല്ലാവരും എണീറ്റ് പോയി, കുറേ കസേരകൾ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ ഇത്രയും പണം മുടക്കി അങ്ങ് കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെ എത്തുമ്പോൾ ഒരാൾ പോലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇവിടെ ഈ വേദിയിൽ ഉണ്ടാകുന്നില്ല. എന്താണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പരസ്യമായി അദ്ദേഹം ശാസിച്ചു. പ്രവർത്തകരോട് പറഞ്ഞു. കാര്യം എന്താ? കെ സുധാകരൻ പ്രസംഗിക്കാൻ കയറിയപ്പോൾ പ്രവർത്തകരെല്ലാം 4 പാടെ ചിതറിപ്പോയി കഴിഞ്ഞു. കസേരകളെ നോക്കി പ്രസംഗിക്കേണ്ടി വന്നു. അതിനും ഉടനെ മറുപടി വന്നു, അതും വി ഡി സതീശൻ്റെ വായിൽ നിന്ന്. വി ഡി സതീശൻ ഉടൻ തന്നെ കയറി പറഞ്ഞു, ഇന്ന് കടുത്ത ചൂടല്ലേ, ആ ചൂട് കാരണം പ്രവർത്തകർ കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു, അല്ലാതെ KPCC അധ്യക്ഷനോടുള്ള വിരോധം കൊണ്ടല്ല അവർ എണീറ്റ് പോയത് എന്നുള്ള നിലയിൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ അദ്ദേഹത്തെ എതിർത്തുകൊണ്ടാണ് എത്തുന്നത്. അപ്പോൾ ഈ രീതിയിൽ സമരാഗ്നി അവരുടെ KPCCയുടെ ഐക്യത്തെ കാണിക്കാൻ വേണ്ടിയാണ് അവരുദ്ദേശിച്ചതെങ്കിൽ തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് അതിനുള്ളിലുള്ള ഒരു വലിയ വിഭാഗീയത മറനീക്കി പുറത്തു വരികയും ചെയ്തു. അതുമാത്രവുമല്ല, ഇവർ തമ്മിൽ ഇനിയിപ്പോൾ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശനും MM ഹസനും അടങ്ങുന്ന ഒരു ഉപജാപക സംഘം KPCCയെ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ അല്പം മാറിയുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാറി നിന്നപ്പോൾ ആരെയൊക്കെയാണോ കെ സുധാകരൻ KPCCയിൽ നിന്ന് ഒഴിവാക്കിയത് അവരെല്ലാം തിരിച്ച് പിടിച്ച് കയറ്റുകയായിരുന്നു വി ഡി സതീശനും MM ഹസനും കൂടി ചെയ്തു വെച്ചത്. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിലെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അതെല്ലാം ഒരുപക്ഷെ കെ സുധാകരൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കെ സുധാകരൻ തിരികെ KPCC ഓഫീസിലേക്ക് എത്തുമ്പോൾ താനിരുന്ന കസേരയിൽ ഒരാൾ കയറിയിരിക്കുന്നു, അത് MM ഹസനായിരുന്നു. അങ്ങനെ ഒടുവിൽ തനിക്ക് തിരികെ വേണം, തനിക്ക് KPCC അധ്യക്ഷ സ്ഥാനം തിരികെ വേണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. പറ്റില്ല എന്ന് അവർ ഉറക്കെ പറഞ്ഞു. ഒടുവിൽ ആ പരാതി KC വേണുഗോപാലിൻ്റെ അടുത്തേക്ക് എത്തി. എന്തു തന്നെയായിരുന്നാലും കെ സുധാകരനെ ഇപ്പോൾ തൽക്കാലം ഒന്ന് അനുനയിപ്പിച്ച് നിർത്തേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ ആ വിഭാഗീയത പുറം ലോകം അറിയും. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ അവിടെ നിലനിർത്താനുള്ള തീരുമാനം KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ ഏന്തി വലിഞ്ഞ് മാപ്പ് വഴിച്ച് കരഞ്ഞ് വിളിച്ചൊടുവിൽ കെ സുധാകരൻ വീണ്ടും KPCC അധ്യക്ഷനാവുന്നു. ഇതൊന്നും വി ഡി സതീശന് അത്ര സുഖിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത്? KC വേണുഗോപാലിൻ്റെ നിരന്തരം കെ സുധാകരനെതിരെ പരാതിയുമായി പോയൊരു നേതാവാണ് വി ഡി സതീശൻ. അപ്പോൾ അങ്ങനെ താൻ നിർമ്മിച്ച ഒരു കോക്കസ് കൊണ്ട് ഈ കെ സുധാകരനെ പരാജയപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ മനോവേദന ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്, വി ഡി സതീശനുണ്ട്. അതായത് ഈ കോൺഗ്രസിനകത്തുള്ള എല്ലാ നേതാക്കന്മാരും പരസ്പരം വെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന് നമുക്ക് കാണാൻ പറ്റും.
അതുകൊണ്ട് തന്നെ ഇനി വരും കാലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നില്ല എങ്കിൽ ഇവിടെ മറ്റൊരു മുന്നണിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാകുക, അതായത് BJPക്ക്. ഇപ്പോൾ തന്നെ പല ഭാഗങ്ങളിലും നമുക്കറിയാം കേരളത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കാൻ സാധ്യതയില്ലാതിരുന്ന സാഹചര്യത്തിൽ പോലും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ലഭിച്ചുവെങ്കിൽ അതിന് പ്രധാന കാരണക്കാർ ഈ കോൺഗ്രസിലെ തമ്മിലടി തന്നെയാണ് എന്ന് കെ മുരളീധരൻ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസ്സുകാർ ഒത്തുകളിച്ചിട്ടാണ് അവിടെ 3ാം സ്ഥാനത്തേക്ക് താൻ പിന്തള്ളപ്പെട്ടു പോയത് എന്നുള്ള കാര്യം കൃത്യമായി കെ മുരളീധരൻ അറിയാം. ആ ഒത്തുകളിയിൽ നിന്നും മനം നൊന്നിട്ടാണ് അദ്ദേഹം മാറി നിന്നത്. താൻ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ള നിലയിലേക്ക് മാറി നിന്നത്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിൽ തൻ്റെ സാന്നിധ്യം ഉണ്ടാകും, അവിടെ സാധാരണ പ്രവർത്തകനായി താൻ അവിടെ ഉണ്ടാകും എന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞിരുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഈ പിടിവലി തന്നെയാണ്. ഈ പിടിവലിയിലൂടെയാണ് തങ്ങൾക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടത് എന്നറിയാം. അപ്പോൾ ഈ കേരളത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടി വളരാൻ പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് കോൺഗ്രസ് പാർട്ടിക്കാർ തമ്മിലുള്ള തർക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് ഒരു BJP നേതാവ് അല്ലെങ്കിൽ ഒരു BJPക്കാരൻ വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയതും. നമുക്ക് നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാവും, 9% വോട്ടിൻ്റെ വർധനവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, തൃശ്ശൂരിൽ BJPക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതേ അളവിൽ തന്നെ വോട്ടിൻ്റെ കുറവ് ഇവിടെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് തൃശ്ശൂരിൽ ഉണ്ടായി. അപ്പം ഈ തരത്തിലുള്ള പിടിവലികളും ഈ പറയുന്ന അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലിയും ഒക്കെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ സജീവമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കെ മുരളീധരൻ്റെ ഈ പ്രസ്താവന. താരപ്രചാരകരെന്ന് പറയുന്ന ആൾക്കാർ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലില്ല. അവിടുന്ന് ഇവിടുന്ന് ഏതെങ്കിലും രമേശ് പിഷാരടിമാരെ വന്നാൽ ഒരു താരപ്രചാരണം നടക്കും എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന മഠയത്തരം. രാഷ്ട്രീയം പറയാൻ കഴിയുന്നവനാവണം, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം എപ്പോഴും താരപ്രചാരകരായി വരേണ്ടത്. അത് എക്കാലവും എല്ലാ പാർട്ടിക്കാരും അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അതേസമയം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറേ രമേശ് പിഷാരടിമാരാണ് അവരുടെ താരപ്രചാരകർ. അത് സിനിമയിലെ താരമായിരിക്കും, പക്ഷെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് സിനിമയ്ക്കപ്പുറത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ അവർ താരങ്ങളേ അല്ല. അത് മനസ്സിലാക്കാൻ കോൺഗ്രസ് പാർട്ടി വൈകുന്നു. ഇനിയും കെ മുരളീധരൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടി വരും സമയങ്ങളിൽ ഈ വരുംകാല തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പോകുന്ന വലിയൊരു അപജയമായിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാം. BJP ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഒരു വലിയ വോട്ട് നേട്ടമുണ്ട്, വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് വളരെയധികം താഴേക്ക് പോകാനാണ് ഇനിയും സാധ്യത. ഈ രീതിയിലുള്ള രാഷ്ട്രീയ വടംവലികൾ മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിച്ചെല്ലാനും അവർക്കൊപ്പം നിന്ന് താരപ്രചാരകരായി മാറാനും കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ പ്രവർത്തകരെയും ഒരുമിപ്പിച്ച് നിർത്താനും ഈ പറയുന്ന നേതൃത്വം തന്നെ ശ്രമിച്ചേ മതിയാകൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.